റഷ്യയുമായി വ്യാപാരം തുടരുന്നതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നാറ്റോ. റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ബ്രസീൽ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തീരുവ ചുമത്തുമെന്നും നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മാർക്ക് റൂട്ടെയുടെ ഈ പ്രസ്താവനയും വരുന്നത്. പുടിൻ സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കാത്ത സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാരം തുടരുകയോ റഷ്യയിൽ നിന്ന് എണ്ണയോ വാതകമോ വാങ്ങുകയോ ചെയ്താൽ 100% ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പ്. സമാധാന ചർച്ചകളിൽ ഗൗരവമായി പങ്കുചേരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കണമെന്നാണ് ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോട് മാർക്ക് റൂട്ടെ പറഞ്ഞത്. ദയവായി വ്ളാഡിമിർ പുടിനെ വിളിച്ച് സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കണമെന്ന് പറയൂ. അല്ലാത്തപക്ഷം ഇത് ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തോതിൽ തിരിച്ചടിയാകും എന്നായിരുന്നു നാറ്റോ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. റഷ്യയ്ക്കും പങ്കാളികൾക്കും മേൽ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. റഷ്യയ്ക്ക് 100% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. 50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി ഒരു സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് 100% തീരുവ ചുമത്താനും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്താനും ട്രംപ് ഉദ്ദേശിക്കുന്നുവെന്നായിരുന്നു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. റഷ്യയെ സഹായിക്കുന്ന ഏതൊരു രാജ്യത്തിനുമെതിരെ 500% വരെ ഉയർന്ന താരിഫ് ചുമത്താൻ അനുവദിക്കുന്ന ബില്ലിന് US സെനറ്റ് അനുകൂലമാണെന്ന് റോയിട്ടേഴ്സ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ബില്ലിനെ 100 US സെനറ്റർമാരിൽ 85 പേരും പിന്തുണയ്ക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നിലവിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, തുർക്കി എന്നിവയാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ രാജ്യങ്ങൾക്കാണ് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും വിലയിരുത്തലുകളുണ്ട്. ഇതിൽ ഇന്ത്യക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വന്നേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണ്, പക്ഷേ അന്ത്യശാസനങ്ങൾ അസ്വീകാര്യമാണ് എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവിന്റെ പ്രതികരണം. അതേസമയം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലും തന്ത്രപ്രധാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താനായി യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യമായി പ്രോത്സാഹിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. റഷ്യക്കെതിരെ ഉപയോഗിക്കാനായി യുക്രൈൻ ആയുധം നൽകാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ഫോണിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം ചോദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുടിനുമായി സംസാരിച്ചതിനു ശേഷമാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയോടുള്ള തന്റെ നിലപാട് മാറ്റത്തിന്റെ ഉദ്ദേശം റഷ്യയെ വേദനിപ്പിക്കുക എന്നതാണെന്നും തുടർന്ന് ചർച്ചയ്ക്ക് നിർബന്ധിക്കുക എന്നതാണെന്നും ട്രംപ് സൂചന നൽകിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് പറയുന്നു. യുക്രൈന് ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് മിസൈലുകൾ അമേരിക്ക നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.